ഹലോ ഗൈസ്, അങ്ങനെ സച്ചി പാർലറിൽ വന്നതും അവിടെ നിന്ന് സത്യങ്ങളൊക്കെ അറിഞ്ഞ വിവരം സച്ചി ശ്രുതിയോട് പറയുന്നുണ്ട്. ഇപ്പൊ ഒരു ശ്വേതാമേഡമാണ് ആ പാർലറിന്റെ ഉടമ എന്നും പാർലറിന്റെ പേര് മാറ്റി ഗ്രീൻ ബ്രാൻഡ് ആക്കിയ വിവരമൊക്കെ സച്ചി വെളിപ്പെടുത്തി തുറന്നു പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശ്രുതി. എന്തായാലും ശ്രുതിയോടായിട്ട് സച്ചി സത്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ആ ഒരു എപ്പിസോഡ് ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാതാണ് നിങ്ങൾ ഈ എപ്പിസോഡ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ മുകളിൽ ഐ ബട്ടണിൽ ലിങ്ക് കൊടുത്തേക്കാട്ടോ. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ ഒന്ന് കാണാം. ശ്രുതി രേവതിയോട് മോശമായി സംസാരിച്ചതിന് പിന്നാലെയാണ് സച്ചിക്ക് ദേഷ്യം വന്നതും സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വന്നതും. അതുകൊണ്ട് തന്നെ ഈ അവസരം മുതലെടുക്കാൻ നോക്കുകയാണ് സച്ചി. അതായത് രേവതി ചെയ്യുന്ന ജോലികളിലെല്ലാം ഇനി ശ്രുതിയും സഹായിക്കാൻ നിൽക്കണം. അതാണ് സച്ചിയുടെ ഡിമാൻഡ്. അല്ലാതെ ഒറ്റയ്ക്ക് ഓരോന്ന് ചെയ്യണമെന്നല്ല സച്ചി പറഞ്ഞത്. നന്നായിട്ട് രേവതിയെ സഹായിക്കണമെന്ന് പറഞ്ഞു. കിച്ചണിൽ കയറി രേവതി ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. എന്തായാലും ആ ഭീഷണിക്ക് മുന്നിൽ ശ്രുതി താഴ്ന്നു കൊടുത്തു പോവാണ്. കാരണം ശ്രുതിയുടെ ഭാഗത്താണല്ലോ തെറ്റ്. അങ്ങനെ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൽ കാണിക്കുന്നത് ശ്രുതി രാവിലെ തന്നെ കിച്ചണിലോട്ട് വരുന്നതാണ്. അപ്പൊ രേവതി കിച്ചണിലെ പണികളൊക്കെ ഏകദേശം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. സച്ചിയെ പേടിച്ച് അലാറൊക്കെ വെച്ച് എഴുന്നേൽക്കാണ് നമ്മുടെ ശ്രുതി. മനസ്സോടെയാണ് ആ നേരം എഴുന്നേൽക്കുന്നത്. ശ്രുതിക്ക് ഒട്ടും തന്നെ ഇന്നലെ കിടന്നിട്ട് ഉറക്കം കിട്ടിയിരുന്നില്ല. അങ്ങനെ ശ്രുതി അവിടെ ചുറ്റിത്തിരിന്ന് കണ്ടപ്പോ രേവതി പറയുന്നുണ്ട്, ശ്രുതി നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? നിന്റെ കണ്ണ് കണ്ടിട്ട് എന്ത് ഉറങ്ങാത്ത പോലെ. ഒന്നുമില്ല രേവതി. ഈശ്വര, ഇനി ഇവളെങ്ങാനും സത്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമോ? അവനിത് ഇവളോട് പറഞ്ഞു കാണില്ല. എന്താ ശ്രുതി ആലോചിക്കുന്നത്? ഇനി നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നുമില്ല രേവതി, എന്തോ കിടന്നിട്ട് ഉറക്കം വന്നില്ല. അപ്പൊ പിന്നെ ഇവിടെ വന്ന് നിന്നെ സഹായിക്കാന്ന് കരുതി. എന്തായാലും ശ്രുതി പോയി കിടന്നുറങ്ങിക്കോ. ശ്രുതിയുടെ കണ്ണ് കണ്ടിട്ടേ ഒട്ടും ഉറങ്ങാത്ത പോലെയാ തോന്നുന്നേ. അത് വേണ്ട രേവതി, ഇന്ന് ഞാൻ നിന്നെ സഹായിക്കാം. നീ മറുത്തൊന്നും പറയാതെ. ശ്രുതി, നീ കിച്ചണിൽ പണിയെടുക്കുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ അമ്മ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ശ്രുതി കിച്ചണിൽ പണിയെടുക്കുന്ന കണ്ട എന്നെ ആയിരിക്കും വഴക്ക് പറയാം. അത് പിന്നെ ആന്റി ഒന്നും പറയില്ല. ഇനി അഥവാ ആന്റി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിക്കോളാം. എന്നാലും വേണ്ട ശ്രുതി. ഇവക്കെന്താ പറഞ്ഞിട്ട് മനസ്സിലാവാത്തേ? നീ പൊയ്ക്കോ. വെറുതെ ഇവിടെ എന്തിനാ ഒരു വഴക്കുണ്ടാക്കുന്നത്? ആ വഴക്ക് ഒഴിവാക്കണമെങ്കിലേ നീ ഇപ്പൊ പോകുന്നതാ നല്ലത്. രേവതി, എനിക്കൊരു മൂഡ് തോന്നി കിച്ചണിൽ കയറി പണിയെടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോ നിനക്കിവിടെ ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അയ്യോ, എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് ഇഷ്ടപ്പെടാനിട്ടാണോ? ഇവിടുത്തെ സാഹചര്യമൊക്കെ നിനക്ക് അറിയുന്നതല്ലേ. എന്നാ ഇപ്പൊ എനിക്ക് ആ സാഹചര്യം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇന്ന് മുതൽ ഞാൻ നിന്നെ സഹായിക്കും. ഈ ശ്രുതിക്ക് ഇതെന്താ പറ്റി? രേവതി, ഇന്ന് പുട്ടുണ്ടാക്കിയാലോ? പുട്ടോ? പുട്ട് ഇവിടെ ആരും അധികം കഴിക്കില്ല. എല്ലാവർക്കും ദോശയോടാ താല്പര്യം. പിന്നെ ചപ്പാത്തി വേണം, കുറച്ച് ഭൂരി ഉണ്ടാക്കണം. എന്ത് 3 ഐറ്റോ? അതെ, എന്നും ഇവിടെ അത് തന്നെയല്ലേ ഉണ്ടാക്കാറ്. ശ്രീകാന്തിനും വർഷയ്ക്കും ചപ്പാത്തിയാ വേണ്ടത്. പിന്നെ സച്ചിയേട്ടന് ഭൂരി മസാല. ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ദോശയും കറികളും. ഇതൊക്കെ ഇപ്പൊ പെട്ടെന്ന് നോക്കിയാലേ ആവത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ പണി എടുക്കട്ടെ കേട്ടോ. ഇതും പറഞ്ഞ് രേവതി ഓരോ പണിയിൽ ഏർപ്പെടാൻ കേട്ടോ. അപ്പൊ ശ്രുതി മനസ്സിൽ കരുതുന്നുണ്ട്, ഈ രേവതിയെ സമ്മതിക്കണം. നേരത്തെ എഴുന്നേറ്റ് ഇത്രയും പേർക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കണ്ടേ? അയ്യോ, ഞാൻ എന്താ നോക്കി നിൽക്കുന്നത്? ഇനി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ സച്ചി രേവതിയോട് ചോദിക്കും. അപ്പൊ രേവതി ഞാൻ ചെയ്യാത്തതൊക്കെ തുറന്നു പറയും. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. തൽക്കാലം ദോശ ചൂടാം. രേവതി, ദോശമാവ് എവിടെ ഇരിക്കുന്നത്? അയ്യോ ശ്രുതി, അതിപ്പോ തന്നെ ഉണ്ടാക്കി വെച്ചാൽ തണുത്ത് പോവും. എല്ലാവരും കഴിക്കാൻ നേരത്തെ ഉണ്ടാക്കുന്നതാ നല്ലത്. ശരിയാണല്ലോ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? എങ്കിൽ പിന്നെ എളുപ്പം ഭൂരിയാ. അതാവുമ്പോ എളുപ്പം കഴിയും. എന്നാ പിന്നെ രേവതി, ഞാൻ ഭൂരി ഉണ്ടാക്കാം. അയ്യോ, അതൊക്കെ ഞാൻ നേരത്തെ കുഴച്ചു വെച്ചു. ഇനി പരത്തി ചുട്ടെടുത്താൽ മതി. അതിനും സമയമായിട്ടില്ല. ഇതൊക്കെ കഴിക്കുന്നതിന്റെ 1/2 മണിക്കൂർ മുമ്പാണ് ഞാൻ ചെയ്യാറ്. അപ്പോ എനിക്കിവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലേ? ചപ്പാത്തി കുഴയ്ക്കാനും അത് പരത്താനും ഉണ്ട്. പക്ഷെ ശ്രുതിക്ക് ഇതൊന്നും വശമില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം അതൊക്കെ നോക്കി അവിടെ ഇരുന്നാ മതി. അത് പറ്റില്ല, എനിക്ക് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ശ്രുതി മനസ്സിൽ കരുതുന്നുണ്ട്, ചപ്പാത്തി കുറച്ച് റിസ്കാ. എന്നാലും എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. രേവതി, എവിടെ ഈ ഗോതമ്പ് പൊടി ഇരിക്കുന്നേ? അതാ തട്ടിമ്പുറത്തുണ്ട്. ഒരു ചുവന്ന പാത്രം, അതിന്ന് എടുത്താ മതി. അല്ല, നിനക്ക് ഇത്രേ പേർക്ക് എത്ര വേണ്ടെന്നൊക്കെ അറിയോ? അതൊക്കെ എനിക്കറിയാം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇത് പറഞ്ഞ് ശ്രുതി കൃത്യമായിട്ട് ചപ്പാത്തിക്കുള്ള മാവൊക്കെ എടുത്ത് കുഴച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. തൊട്ടപ്പുറത്ത് രേവതി ചമ്മന്തിക്കുള്ള തേങ്ങയൊക്കെ ചെരുവി വരുന്നുണ്ട്. ആഹാ, ചപ്പാത്തിക്കുള്ള മാവ് ഇത്ര പെട്ടെന്ന് കുഴച്ചോ? അതൊക്കെ പെട്ടെന്ന് കുഴച്ചു. അല്ല, ശ്രുതിക്ക് ഇതൊക്കെ ഇങ്ങനെ അറിയാം? ശ്രുതി മലേഷ്യയിലായിരുന്നില്ലേ? അത് പിന്നെ ഞാൻ കുറച്ചുനാളെ ആന്റിയുടെ വീട്ടിൽ നിന്നിരുന്നല്ലോ. ആ സമയത്ത് ആന്റി ഉണ്ടാക്കുന്നത് കണ്ടുപിടിച്ചതാ. അങ്ങനെയാണോ? ശ്രുതി, ഞാനിത് കുഴച്ചു വെച്ചിട്ടുണ്ട്. നീ ഇത് പരത്തില്ലേ? ഞാൻ ചെയ്തോളാം ശ്രുതി. ആ സമയത്താണ് സച്ചിയുടെ മൂളലൊക്കെ കേൾക്കുന്നത് കേട്ടോ. സച്ചി ഏകദേശം എഴുന്നേറ്റ് വരാൻ സമയമായി എന്നുള്ളത് ശ്രുതിക്ക് മനസ്സിലാവാണ്. സച്ചി വരുമ്പോ തന്നെ എന്തെങ്കിലും പണിയെടുക്കുന്നതായിട്ട് കാണിക്കണല്ലോ. അതുകൊണ്ട് ശ്രുതി പറയുന്നുണ്ട്, ഇവനിനി എഴുന്നേറ്റ് വരുമ്പോ ഞാൻ കൈ കെട്ടി നോക്കിയിരിക്കുന്നതായിരിക്കും കാണുക. രേവതി, തൽക്കാലേ ഞാൻ തന്നെ ഇത് പരത്തിക്കോളാം. അതിന് ശ്രുതിക്ക് ഇത് പരത്താൻ അറിയോ? അതൊന്നും കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും പരത്തിക്കോളാം. ഇതും പറഞ്ഞ് ചപ്പാത്തി പരത്തുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് രവിയും ചന്ദ്രമതിയും എഴുന്നേൽക്കുന്നുണ്ട്. രവിയേട്ടാ, സമയമായി. രവിയേട്ടൻ ഇന്ന് എവിടെയോ പോവാനുണ്ടെന്നല്ലേ പറഞ്ഞത്? എഴുന്നേൽക്ക്.
ആ ഇന്നലെ നന്നായിട്ടൊന്ന് ഉറങ്ങി ചന്ദ്രമതി. അതെന്ത് പറ്റി? എന്നും സാധാരണ ഉറങ്ങാറില്ലേ? ഉറങ്ങാറുണ്ട്, പക്ഷെ കുറച്ച് ദിവസമായിട്ട് നല്ല ചൂടല്ലായിരുന്നു. ഇന്നലെ ചെറിയൊരു മഴ പെയ്തതുകൊണ്ടേ നല്ല തണുപ്പുണ്ടായിരുന്നു. എന്തോ ആ തണുപ്പിൽ അങ്ങ് ഉറങ്ങിപ്പോയി. ശരി, എഴുന്നേറ്റ് കുളിക്കാൻ നോക്കി രവിയേട്ടൻ. ഞാൻ രേവതിയോട് ചായ എടുക്കാൻ പറയാം. അങ്ങനെ ചന്ദ്രമതി ഇതും പറഞ്ഞ് കിച്ചണിലോട്ട് വരുന്നുണ്ട്. എന്നാൽ ശ്രുതിയാണെങ്കിൽ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രേവതി ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇവൾ ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടാക്കിയോ? ഇതും പറഞ്ഞിട്ടാണ് ചന്ദ്രമതി കിച്ചണിലോട്ട് കയറി വരുന്നത്. ആ സമയത്ത് ശ്രുതി ജോലി എടുക്കുന്നത് കണ്ട് ചന്ദ്രമതി ഒരു നിമിഷം ഞെട്ടി ഷോക്കായി നിൽക്കുകയാണ്. അയ്യോ, ഞാൻ എന്താ ഈ കാണുന്നത്? എന്താ ശ്രുതിമോൾ ഇതൊക്കെ? മോൾ എന്തിനാ ഇവിടെ വന്ന് പണിയെടുക്കുന്നേ? അത് പിന്നെ ആന്റി ഒന്നും പറയണ്ട. എടി രേവതി, നീ എന്താ വിചാരിച്ചത്? എന്റെ ശ്രുതി മോളെ കൊണ്ട് പണിയെടുപ്പിക്കാനോ? അങ്ങനെ നീ നിന്റെ ഭാരം കുറയ്ക്കാനൊന്നും നോക്കണ്ട. മോളെ ശ്രുതി, ഇവിടുന്ന് മാറിയിക്ക്. ഇവളുടെ കാര്യത്തിലേ ഞാൻ ഇപ്പൊ ഒരു തീരുമാനം എടുക്കാം. അമ്മേ, ഞാൻ പറഞ്ഞു മിണ്ടരുത്. നീ പറഞ്ഞിട്ടല്ലെങ്കിൽ പിന്നെ എന്തിനാ ശ്രുതിമോള് കിച്ചണിൽ കയറേണ്ട ആവശ്യം? അത് പിന്നെ ആന്റി, ഞാൻ രേവതി പറഞ്ഞിട്ടല്ലേ കിച്ചണിൽ കയറിയത്. പിന്നെ അവളെ രക്ഷിക്കാൻ മോള് കള്ളം പറയണ്ട. ഞാൻ എന്തിനാ രേവതിയെ രക്ഷിക്കുന്നത്? എനിക്ക് കിടന്നിട്ട് ഉറക്കം കിട്ടിയില്ല. അപ്പൊ പിന്നെ ഇന്ന് രേവതിയെ സഹായിക്കാന്ന് കരുതി കിച്ചണിലോട്ട് കയറിയതാ. എന്നാലേ ആ സഹായം വേണ്ട. മോളിവിടെ കിച്ചണിലെ ജോലിക്കാരിയൊന്നും ആവണ്ട. മോൾ അവിടെ പോയിരിക്കും. രേവതി, ഇന്ന് കണ്ടത് കണ്ടു. ഞാനിനി ഇതുപോലുള്ള കാഴ്ചകൾ ഇനി കണ്ടാലുണ്ടല്ലോ, മേലിൽ ഇത് ആവർത്തിക്കരുത്. അതെ, എന്നോടല്ല പറയേണ്ടത്, ശ്രുതിയോടാ. ശ്രുതി ഇവിടെ വന്ന് ജോലി എടുക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ, അമ്മ വന്നു കഴിഞ്ഞാൽ വിഷയമാകുമെന്ന്. ആവുമെന്ന് നിനക്കറിയാം. അതുകൊണ്ട് അവളെ നീ മുൻകൂർ ജാമ്യം എടുത്തതാ. എന്തൊക്കെയാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആരെന്തൊക്കെ ചെയ്താലും എന്നെ എന്തിനാ എപ്പോഴും കുറ്റക്കാരിയാക്കി കാണുന്നത്? എടി വായെടുക്കടി. നിന്റെ വാ ഇവിടെ തുറന്നു പോരുത്. ഇപ്പൊ ഞാനെന്തെങ്കിലും പറഞ്ഞാലേ അവളുടെ നാക്കിന് ഇത്രത്തോളം നീളവാ. ആ സച്ചിയെ പറഞ്ഞാൽ മതി എല്ലാത്തിനും. ഇനി എന്റെ ഭർത്താവിനെയും കൂടി ഇതിലോട്ട് പിടിച്ചിട്ട്. ശ്രുതി, ഇതൊക്കെ കേൾപ്പിച്ചത് നീയല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കിച്ചണിലോട്ട് കയറണ്ടായെന്ന്. അതിന് രേവതി പറഞ്ഞാ കേൾക്കില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ എന്തായി? ഇവരുടെ വായിരിക്കുന്നത് മുഴുവൻ ഞാൻ കേട്ടില്ലേ? തൃപ്തിയായില്ലേ നിനക്ക്? ആന്റി, ഇതൊക്കെ വളരെ മോശമാണ്. ഞാനല്ലേ കിച്ചണിൽ കയറിയത്. അതിന് രേവതി ഓരോന്നും പറയണ്ട. എന്തായാലും മോൾ ഇനി ഒന്നും ചെയ്യണ്ട. മോൾ അവിടെ പോയിരിക്കും. എടി രേവതി, ചായ ഇട്ട് പെട്ടെന്ന് ഞങ്ങൾക്കൊക്കെ കൊണ്ടുതാ. ആ സമയത്ത് സച്ച് കൈ കൊട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. കൊള്ളാം. എന്തു പറ്റി പൗഡർ എടുത്തേക്ക്? ഇത്രയും നേരം കിച്ചണിലായിരുന്നല്ലോ, ഇപ്പൊ എന്തോ ഒരു മനമാറ്റം? അത് പിന്നെ സച്ചി, ആന്റി പറഞ്ഞോ കിച്ചണിൽ കയറണ്ടെന്ന്? അതെ. എങ്കിൽ ശരി, അപ്പൊ പിന്നെ പൗഡർ എടുത്ത് കയറാതിരിക്കുവല്ലേ? എന്നാ പിന്നെ എനിക്കും ഇത് പറഞ്ഞ് സച്ചി പോക്കറ്റിന്ന് ഫോൺ എടുക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, സച്ചി ആന്റി എന്തേലും പറയട്ടെ. ആന്റി ഇപ്പൊ പറയുന്നത് എനിക്ക് കേൾക്കാൻ വയ്യ. ഇതൊക്കെ എന്റെ ഇഷ്ടങ്ങളല്ലേ? ഓരോരുത്തർക്ക് ഓരോരുത്തരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളില്ലേ ആന്റി? ഇന്ന് ഞാൻ കിച്ചണിൽ കയറിയെന്ന് കരുതിയിട്ട് ലോകം അങ്ങ് അവസാനിക്കത്തൊന്നുമില്ലല്ലോ ആന്റി. എന്നാലും മോളെ വേണോ ആന്റി? പ്ലീസ്. ഞാൻ ഇന്നുണ്ടാക്കുന്നത് എല്ലാവരും കഴിക്കണം. എനിക്കെന്തോ എല്ലാവരും കഴിക്കണമെന്ന് തോന്നുക. അതെന്തിനാ മോളെ മോൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ളവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നേ? എന്നാലും ഇവിടെ ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്, അവർക്ക് മാത്രമേ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ളത്. എന്തോന്ന്? കേട്ടില്ല എന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ. ഇടക്കിട്ട് താങ്ങുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അതിങ്ങോട്ട് വേണ്ട. ആന്റി, എന്തായാലും ഇന്ന് ഞാൻ കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കട്ടെ. ശരി, ഉണ്ടാക്കുന്നൊക്കെ കൊള്ളാം. മോളിതേ ഈ ചപ്പാത്തി ചുട്ടിട്ട് അങ്ങോട്ട് വന്നോളണം. വേറൊന്നും മോൾ ഉണ്ടാക്കണ്ട. അത് നമുക്ക് ആലോചിക്കാം ആന്റി. ആലോചിച്ചാ പോരാ. ഇവളുടെ ഒന്നും കൂടെ നിന്ന് കിച്ചണിൽ പണിയെടുക്കണ്ട. അതൊക്കെ തരം താഴ്ന്നതിന് തുല്യ. ഇവൾക്കൊക്കെ ഈ ജോലി കിട്ടിയതിലെ അഭിമാനിക്കാ വേണ്ടത്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവൾക്ക് ഇത്രയും വലിയ വീട്ടിലോട്ട് വരാനും ഇവിടെ ജോലി ചെയ്യാനും കഴിഞ്ഞല്ലോ. അത് തന്നെ വലിയ കാര്യമൊക്കെ ഇവള് കാണേണ്ടത്. പക്ഷെ മോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. മോള് മലേഷ്യക്കാരിയാ, കോടികൾ ആസ്തിയുള്ള ഒരാളുടെ മകളാ. ആ മകൾ ഇങ്ങനെയൊക്കെ ജോലി എടുക്കുന്നത് എനിക്കും കൂടി കുറച്ചില്ല. അതുകൊണ്ട് മോളിപ്പോ ജോലിയൊന്നും ചെയ്യേണ്ട, അമ്മയുടെ കൂടെ വാ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, അതെ രേവതിയെ സഹായിക്കണമെന്ന് പാർലർ എടുത്തേക്ക് തോന്നി. പാർലർ എടുത്തേക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കെന്താ? നീ എന്തിനാണ് ഈ കാര്യത്തിൽ കയറി ഇടപെടുന്നത്? ഇതേ ഞങ്ങൾ പെണ്ണുങ്ങൾ തമ്മിലുള്ള പ്രശ്നം. നീ ഇവിടുന്ന് പോവാൻ നോക്കി. ഇതേ എന്റെ ഭാര്യ. എന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ ഞാൻ തന്നെ മുൻപിൽ നിൽക്കും. രേവതി, നീ ഇങ്ങോട്ട് പോര്. ഇന്നേ പൗഡർ എടുത്ത് ജോലി ചെയ്യട്ടെ. സച്ചി, ഞാൻ ഒറ്റയ്ക്കോ? ഒറ്റയ്ക്ക്. പൗഡർ എടുത്തേക്ക് ജോലി ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? അപ്പൊ പിന്നെ ഒറ്റയ്ക്ക് ചെയ്യ്. അല്ലെങ്കിൽ പിന്നെ വേണ്ട, നിങ്ങൾ ആരും ഇല്ലെങ്കിലും എനിക്ക് ജോലിയൊക്കെ ചെയ്യാം. നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ. എന്നാ വാ രേവതി, എന്റെ മുത്തല്ലേ, വാ. ഇതൊക്കെ കണ്ടിട്ട് ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നുണ്ട്. അവന്റെ ഒരു ഒലിപ്പിക്കല്. എടാ അവൾ ഇവിടെ നിൽക്കട്ടെ. ഇവിടെ ശ്രുതിമോള് കുറച്ച് പണി ചെയ്യുള്ളൂ, ബാക്കിയൊക്കെ ഇവൾ ചെയ്യണം. വേണോ പൗഡർ എടുത്തി? അത് പിന്നെ വേണോ? വേണ്ട, ഞാൻ തന്നെ ചെയ്യല്ല. ആന്റി, ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ശ്രുതി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്ത് ചെയ്യാനാ, എന്റെ അവസ്ഥ അതായി പോയില്ലേ ആന്റി. അവസ്ഥയോ? എന്തൊക്കെയാ ശ്രുതി നീ പറയുന്നേ? അത് പിന്നെ ആന്റി, എന്റെ മനസ്സിന് ഇപ്പൊ സമാധാനം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജോലി എടുത്തേ പറ്റും.
എന്തായാലും രേവതിയും കൊണ്ട് സച്ചി അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, ദേ അവരെയും കൊണ്ട് അവള് പോയി. മോൾ എനിക്ക് കിച്ചണിൽ കിടന്ന് ഒറ്റയ്ക്ക് പണിയെടുക്കണ്ടേ? അത് പിന്നെ ആന്റി, ഇവരോടുള്ള വാശിക്കാ ഞാൻ കിച്ചണിൽ കയറി പണിയെടുക്കുന്നത്. വാശിക്കോ? എന്തിനു വാശി? അത് പിന്നെ ഇന്നലെ സച്ചി എന്നോട് ശ്രുതിയോടും വെല്ലുവിളിക്കുക. അവന്റെ ഭാര്യയ്ക്ക് മാത്രമേ സ്വാദുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ അറിയൂന്ന്, നമ്മളെയൊക്കെ വെട്ടി വിഴുങ്ങി തിന്നാൻ മാത്രമേ പറ്റത്തുള്ളൂന്ന്. ആഹാ, അങ്ങനെ അവൻ പറഞ്ഞോ? എന്നാ പിന്നെ അതൊന്ന് ചോദിക്കണല്ലോ. അയ്യോ ചോദിക്കണ്ട, അതിനല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യാൻ ഒരുങ്ങുന്നത്. എന്റെ ശ്രുതി, അവനും അവന്റെ ഭാര്യയ്ക്ക് തലയ്ക്ക് സുഖമില്ല. അവരങ്ങനെ പലതും പറയും. അതൊക്കെ കേട്ട് ഇങ്ങനെ ഓരോന്ന് അനുകരിക്കാൻ നിൽക്കണോ? എന്തായാലും ഇന്നത്തെ പണി ഞാൻ ചെയ്യട്ടെ. ആന്റി എന്നെ സഹായിക്കുന്നോ? അത് പിന്നെ മോളെ, എന്നെ രവിയേട്ടൻ വിളിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ. ഷോ, നൈസായിട്ട് അവരും തടി തപ്പി. ഇനി കാണിക്കുന്നത് സച്ചിയും രേവതിയാണ്. അപ്പൊ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എന്താ ഇപ്പൊ സംഭവിച്ചത്? സച്ചിയേട്ടൻ എന്തോ പറഞ്ഞ് ശ്രുതിയെ വിരട്ടി നിർത്തിയേക്കുവാ. അതെനിക്ക് മനസ്സിലായി. ഏയ് എന്ത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അവർക്കെന്തോ മനംമാറ്റം വന്നതാ. അങ്ങനെയൊന്നും അല്ല. സച്ചിയേട്ടൻ എന്തോ പറഞ്ഞ് ശ്രുതിയെ പേടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് പറഞ്ഞു പേടിപ്പിക്കാൻ? അല്ലേലും ഞാൻ എന്ത് പറഞ്ഞാലും അവര് പേടിക്കുക. സച്ചേട്ടനെ ശരിക്കും പറഞ്ഞൊരു ക്യാമറയാ. എല്ലാവരുടെ രഹസ്യം സച്ചേട്ടന്റെ അകത്ത് തന്നെയുണ്ട്. ഓ, എങ്കിൽ പിന്നെ ഞാൻ നിന്നെ കുറിച്ചൊരു സത്യം പറയട്ടെ. പറ. ഇപ്പോ നിനക്ക് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചാ വേണ്ടിയില്ലെന്നില്ലേ? എന്ത്? ഞാനങ്ങനെയൊന്നും മനസ്സിൽ കരുതിയിട്ടില്ല. ഉണ്ട്, ശ്രുതിയെ കൊണ്ട് ഇന്ന് പണിയെടുപ്പിച്ചത് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാനാണെന്ന് കരുതിയില്ലേ? അപ്പോ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നിയില്ലേ നിനക്ക്? ഒന്ന് പോയന്റെ സച്ചേട്ടാ. പിന്നെ ശ്രുതി ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തോ കിച്ചണിൽ കയറിയിട്ട്? അത് പറഞ്ഞപ്പോഴേ സച്ചേട്ടാ, ശ്രുതിക്ക് അത്യാവശ്യം ജോലികളൊക്കെ അറിയാം. ചോദിച്ചപ്പോ ശ്രുതിയുടെ ആന്റിയുടെ വീട്ടിൽ നിന്ന് പഠിച്ചതാന്നാ പറഞ്ഞത്. ഇങ്ങനെ എത്ര രഹസ്യങ്ങൾ അവരുടെ ഉള്ളിൽ നിന്ന് വരാൻ കിടക്കുന്നു. എന്താ സച്ചേട്ടാ? ഏയ്, പൗഡറെടുത്തി ഒരു തരംഗമാണെന്ന് പറയായിരുന്നു. ശരി, ഞാനേ ഒരുപാട് പണിയുണ്ട് അവിടെ. അത് അവളെ മാത്രം ഏൽപ്പിക്കണ്ട, ഞാനും കൂടി എന്തെങ്കിലും ചെയ്യട്ടെ. ഇന്ന് നീ റെസ്റ്റ് എടുക്കേണ്ട രേവതി. അതൊന്നും പറഞ്ഞാ പറ്റില്ല. പാവം ഒറ്റയ്ക്ക് അവിടെ കിടന്ന് പണിയെടുക്കുക. ഇതൊന്നും നിന്നോട് അവർക്ക് തോന്നുന്നില്ലല്ലോ. അവർക്ക് തോന്നിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും എന്റെ മനസാക്ഷി അതിന് സമ്മതിക്കില്ല സച്ചേട്ടാ. ഞാൻ ചെല്ലട്ടെ. ശരി. അങ്ങനെ രേവതി അവിടുന്ന് കിച്ചണിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ. എന്തോ സച്ചി എന്തായാലും ശ്രുതിയെ വിരട്ടി നിർത്തിക്കാണെന്നുള്ളത് ചന്ദ്രമതിക്കും ഡൗട്ട് കൊടുങ്ങുന്നുണ്ട്. അതിന്റെ പിന്നാലെ തന്നെ ചന്ദ്രമതി ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നുണ്ട്. അപ്പൊ ആ ഒരു എപ്പിസോഡാണ് നെക്സ്റ്റ് വരാനിരിക്കുന്നത്. ഇന്ന് തന്നെ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാട്ടോ. എന്തായാലും ആ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.